ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ്. അങ്ങനെ ഇന്നിപ്പോൾ നോമ്പ് 22ആയി. എത്ര വേഗമല്ലേ നോമ്പെല്ലാം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ റമളാനായിട്ട് ഒരു വ്ളോഗ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളൂ. കുറേ പേര് ചോദിക്കുന്നുണ്ടായിന്, എനിക്ക് അത്രയും മെസ്സേജ് വന്നിന് കേട്ടോ, നിങ്ങളൊന്നും ഇപ്പോൾ വ്ളോഗ് ചെയ്യാതെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ വ്ളോഗെല്ലാം ഷെയർ ചെയ്യാൻ. വ്ളോഗ് ഷൂട്ട് ചെയ്യാത്തയും അല്ലെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടാഞ്ഞിന് ഞാനൊരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിലിനെ കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ള സൊഹാറിൽ ഫലജിലെ നെസ്റ്റോയിലെ അതിൻ്റെ ഉള്ളിലുള്ള അൽഹായ അബായ എന്ന് പറഞ്ഞൊരു അബായ സ്റ്റോറിലാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇൻസ്റ്റയിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിലുള്ള ആൾക്കാർക്കും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഷെയർ ആക്കുന്നത്. ഇടയിലെ ഇപ്പോൾ അപ് ടു 60% വരെ ഓഫുണ്ട്. എല്ലാ അബായാസിനും അപ് ടു 60% വരെയാണ്. ഇവരെ ഫസ്റ്റ് ആനിവേഴ്സറിയും പിന്നെ റമളാനിലായതുകൊണ്ട് അങ്ങനെ ഒരു സെയിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയിനേനു കേട്ടോ. കുറച്ച് ദിവസമായി പോയിട്ട് ഇൻസ്റ്റയിൽ റീൽസ് കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ കുറേ അടിപൊളി അബായാസ് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള അബായയിലെ ആ ബ്ലാക്കിൽ വൈറ്റ് കളർ സ്റ്റോൺ വരുന്നത് അതെല്ലാം ഇവിടെ തന്നെ എടുത്തതാണ്. ഇവിടെ പിന്നെ കുറേ ബാഗ്സും കുറേ കളക്ഷൻസ് ഉണ്ട്. അബായാസ് എല്ലാം വാങ്ങണമെന്ന് ഉള്ളവർ പെരുന്നാളിനൊക്കെല്ലാം അബായ വാങ്ങുന്നവരുണ്ടാവുമല്ലോ. എനിക്കറിയാം കുറേ പേര് പെരുന്നാളിന് എന്തായാലും ഒരു അബായെല്ലാം വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ടാവും. അങ്ങനെ തന്നെ ഇപ്പോൾ റേറ്റ് കുറവ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇല്ലേ, ഇത് എക്സാക്ട് ലൊക്കേഷൻ ഇല്ലേ, എന്നോട് ഇൻസ്റ്റയിൽ ഇട്ടിരുന്ന കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൊഹാർ ഫലജിലെ നെസ്റ്റോ ആണ്. അപ്പോൾ നെസ്റ്റോൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു അൽഹായ അബായ വരുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം കണ്ട അബായാസ് 6 റിയാലിനും പിന്നെ 7 റിയാലിനും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ അങ്ങനെ തന്നെ എന്നോട് കുറേ പേര് ചോദിക്കലില്ലേ, അബായൻ്റെ ഉള്ളിലിടുന്ന ആ ഒരു ഇന്നറില്ലേ, മാക്സി ഡ്രസ്സ് പോലത്തെ ഇന്നർ ആയിട്ടിടുന്ന മാക്സി ഡ്രസ്സ് അതെല്ലാം ഇടുന്നാൻ ചോദിക്കലില്ലേ. അതുപോലത്തെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുറേ കളേഴ്സിലും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഡബിളായിട്ട് വരുന്ന 2 പീസായിട്ട് വരുന്ന അബായ. അതല്ലാണ്ട് ഇതേപോലത്തെ അബായൻ്റെ ഉള്ളിലിടുന്ന പീസസ് ഇല്ലേ, അതിൻ്റെ എല്ലാ കളേഴ്സും വെറും 2 റിയാലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ മാറ്റി ഇടാനെല്ലാം അത് വാങ്ങാം. ഇപ്പോൾ വെറും 2 റിയാലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ജാക്കറ്റ് ടൈപ്പ് അബായലില്ലേ അതെല്ലാം ഇട്ട് നോക്കി. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടെങ്കിൽ വന്ന് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ ഇത് നമ്മളൊരു ഉച്ച സമയത്തേനു കേട്ടോ പോയിന്. ഈ നോമ്പ് സമയത്ത് പുറത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യലെല്ലാം ഭയങ്കര ഇടങ്ങാറാണ്. എന്താ പറയുക, കുറച്ചൊന്ന് ടയേർഡാവില്ലേ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയിലും കയറി ഇക്കാക്ക് ഡ്രസ്സെല്ലാം ഒന്ന് നോക്കി. ഇക്ക 1-2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിനെ. പിന്നെ ഇന്ന് പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊന്നും പിന്നെ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാ പെരുന്നാൾ ഷോപ്പിങ്ങെല്ലാം ഞാൻ പിന്നെ അപ്ലോഡ് ആക്കാം. പിന്നെ കൂടുതൽ ഞാൻ അങ്കലില്ലേ ട്രെൻഡുകളിൽ നിന്ന് ഞാൻ വാങ്ങിന്. ഞാൻ ഏത് ഡ്രസ്സെല്ലാം ഞാൻ ഓർഡർ ആക്കിന്, അതിന് പെരുന്നാളിൻ്റെ മുന്നേ എത്തുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടേനെ. പിന്നെ നമ്മൾ കുറച്ച് പൊരിച്ച കടികൾ വാങ്ങി. എന്തായാലും തിരിച്ച് പോകാൻ ലേറ്റ് ആവും. പിന്നെ ഫ്രൂട്ട് സാലഡിൻ്റെ 2 കപ്പ് ഫ്രൂട്ട് സാലഡ് വാങ്ങി. അങ്ങനെയെല്ലാം വാങ്ങിയിട്ടാണ് പോകുന്നത്. കാര്യം പോയിട്ട് ഇനി എന്തായാലും നോമ്പൂറാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ രാത്രിക്കേക്കുള്ള ഫുഡും അന്നേരം തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇങ്ങനെ കുറേ ടൈപ്പ് ഫുഡ് ഉണ്ടെങ്കിലും നമ്മൾ ബിരിയാണി ആയിട്ടാണ് വാങ്ങിയത്. പിന്നെ പോയിട്ട് ഇനി ഒന്നിനും സമയം ഉണ്ടല്ലോ. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 4 മണിയായിന്. എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക് 5:30 മണിയാവും. പിന്നെ 6:20 ബാങ്ക് കൊടുക്കൂലേ. അതുകൊണ്ട് നമ്മൾ ലൈമും എല്ലാം ഇങ്ങനെ വാങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇല്ലേ, എക്സാം എന്നതിനൊന്നറിയാം, ഞാൻ MTTC ചെയ്യുന്നുണ്ടേനെ. അപ്പോൾ അതിൻ്റെ വൈവയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നാമത് ഞാൻ മുന്നേ ഒന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ടും പിന്നെ ലാസ്റ്റ് ടൈമുള്ള പ്രിപ്പറേഷനായിരുന്നു. ഒരു 4 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് എനിക്ക് പഠിക്കാനും അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനും എല്ലാം ഉണ്ടായിരുന്നു. അല്ലോ ഞാൻ ഭയങ്കരമായിട്ട് രാത്രി ഒരു 3 മണിക്ക് ഇരുന്നിട്ട് പിറ്റേന്ന് രാവിലെ 9 മണി വരെ അങ്ങനെയല്ലേനു ഞാൻ പഠിച്ചിന്. കാര്യം എനിക്ക്
എല്ലാം പണികൾ ചെയ്യണം. അങ്ങനെ തന്നെ യൂട്യൂബ് ഞാൻ വീഡിയോ ഇടൽ കുറച്ചൊന്ന് നിർത്തിയിരുന്നു. പക്ഷേ ഇൻസ്റ്റ എനിക്ക് ഇടാണ്ട് നിൽക്കാം എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. കുറച്ച് സ്റ്റോറി കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടിണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് എനിക്ക് ഇൻസ്റ്റ നിർത്തി വെക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി തിരക്കായിട്ടാവും. മാത്രമല്ല നോമ്പും റമദാൻ നമ്മൾ കുറച്ചും കൂടി ബിസി ആയിരിക്കുമല്ലോ. അതെല്ലാം കൊണ്ട് ആകെ എന്തെല്ലോ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ രാത്രി ഒരു 3 മണി തൊട്ട് ഞാൻ പറഞ്ഞില്ലേ 8-9 മണി വരെ രാവിലെ അങ്ങനെ ഇരുന്നിട്ടേനു പഠിക്കൽ. അങ്ങനെ 4 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത്. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ നല്ലോണം പെർഫോം എല്ലാം ചെയ്യാൻ പറ്റീന് വൈവയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. പ്രാക്ടിക്കലാണ് വൈവ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല മെറ്റീരിയൽ മേക്കിങ്ങും ഡെമോൺസ്ട്രേഷൻ പഠിക്കലും അങ്ങനെ കുറേ ഉണ്ടേനു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ തിയറി എക്സാംസ് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. പിന്നെ ഞാനിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് 10 വർഷമായി. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അന്നേരം അതിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ലേ? നമ്മളെന്തെങ്കിലും മെമ്മറൈസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നമുക്ക് പണ്ട് പഠിക്കുന്ന പോലെ അല്ലല്ലോ. പണ്ടാണെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ചിലതെല്ലാം മറന്നു പോകുന്നു. അങ്ങനെയില്ലേനു. പക്ഷേങ്കിൽ പിന്നെ അങ്ങ് സെറ്റായി. ഫസ്റ്റ് ഡേ അങ്ങനെ എന്തെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടേനു. ഒന്നാമത്തെ ഞങ്ങൾക്കില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പണിയാണ്. ഈ കുട്ടികളെയും ഫാമിലിയെല്ലാം വെച്ചിട്ട്. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടിയായി. മൊത്തത്തിൽ എന്തെല്ലോ കിളിപോയ അവസ്ഥയാണ് എൻ്റെ. 6 മാസം ക്ലാസ്സെല്ലാം കേട്ടല്ലേ. അപ്പോൾ ഈ 6 മാസം നമ്മൾ ആ സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്തില്ലേ. അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലോണം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടേനെ. പക്ഷേങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാനും പറ്റി. ഒന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു തരാം ആൻസർ കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊന്നും ഇല്ലേനു. എല്ലാം നല്ലോണം ആൻസർ ചെയ്യാനും എല്ലാം പറ്റീനെ. അത് മാത്രമല്ല വേറെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നുവിൻ്റെയും ആലുവിൻ്റെയും എക്സാമേനു. ഇപ്പം മാർച്ച് കുട്ടികളെ എക്സാമും എൻ്റെ എക്സാമും എല്ലാം കൂടി ഒരുമിച്ചേനു വന്നേ. ഇന്നുവിന് മാത്സിൻ്റെ എക്സാമിൻ്റെ സമയത്തേനു എൻ്റെയും വന്നേ. അപ്പോൾ എന്തായാലും ഇന്നു ബാക്കി എക്സാംസ് എല്ലാം ഒറ്റയ്ക്ക് തന്നെ പഠിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാത്സ് ആകുമ്പോൾ എന്തായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ. എന്തെങ്കിലും ഡൗട്ടെല്ലാം വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം, എല്ലാം ചെയ്യണ്ടേ. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെയല്ലോ കഴിഞ്ഞു പോയി. എന്തൊരു ഭയങ്കര ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം കഴിഞ്ഞേരം ഇനിയിപ്പോൾ തിയറീസും കൂടി ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സ്റ്റോറീസ് എല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണേനും എനിക്ക് നിർത്തി വെക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അത് ഈദ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടേനു ട്രെൻഡുകളിൽ. അത് നമുക്ക് അങ്ങനെ എന്തായാലും കമ്പൽസറി ആണ് ഈ സ്റ്റോറിയെല്ലാം ഇടാന്നുള്ള. അപ്പോൾ അതങ്ങനെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടും പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടും എല്ലാം അതുകൊണ്ട് എനിക്കതെന്തായാലും ചെയ്തേനു പറ്റൂ. കാര്യം കുറച്ച് ദിവസേനു ഈദ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുള്ള. ഇനിയും 24-ാം തീയതി തൊട്ടിട്ട് ഭയങ്കര ഡിസ്കൗണ്ട് സെയിലെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കുറേ കുക്ക് വെയർ സെറ്റ്സിനെല്ലാം ഭയങ്കര കുറഞ്ഞ റേറ്റിലുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ട്രെൻഡുകളുടെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യൽ. അന്നേരം അതിലൊക്കെ അപ്ഡേറ്റ് ചെയ്തേനു പറ്റും. അങ്ങനെയല്ലേനു കുറേ പ്രശ്നങ്ങൾ കേട്ടോ. പക്ഷേ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതെല്ലാം സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജെല്ലാം അവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിന്. അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങി ഫ്രിഡ്ജെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഒരു ഭയങ്കര സമാധാനമാണ്. പിന്നെ ഇല്ലേ ഇന്ന് ഞാൻ ഇടുന്നല്ല കേട്ടോ നോമ്പ് തുറക്കുന്ന നമ്മളെ പെറുക്കുന്നല്ല. നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറയുണ്ട്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മായിസും പിന്നെ നെഫീൻ്റെ വൈഫും എല്ലാം ഇല്ല ഇടാം. അപ്പോൾ നമ്മളിവിടെ നോമ്പ് തുറ എങ്ങനെ വെക്കാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരാളെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടെങ്കിൽ ബാക്കി 3 ആൾ, നമ്മൾ 4 ആളുണ്ട്. അപ്പോൾ ഒരാളെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടെങ്കിൽ ബാക്കി 3 ആളും ഓരോ സ്നാക്ക് കൊണ്ടുവരും. നോമ്പ് തുറ ഉള്ള ആൾ ഒരു സ്നാക്ക് മാത്രമാക്കിയാൽ മതി. അങ്ങനെ ആകുമ്പം അവിടെ ഉള്ളാക്കും ഭയങ്കര വിഷമമില്ല. ഇങ്ങനെ ഈസി ആയിട്ട് പോകുമല്ലോ. നോമ്പ് തുറന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഓരോ സ്നാക്ക് കൊണ്ടുവന്ന പ്ലാൻ ചെയ്തതിന്.
അപ്പം ഞാൻ നമ്മളെ കണ്ണപ്പയില്ലേ അതാക്കാന്നേനോ പറഞ്ഞിന്. ഓരോരുത്തരും ഓരോരോ സാധനം ആക്കാന്ന് അങ്ങനെ പറഞ്ഞിന്. അപ്പം ഞാൻ ഇതാക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്വീറ്റും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിനു, പക്ഷെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് പിന്നെ എല്ലാം ബിസി ആയിപ്പോയി. ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്വീറ്റില്ലേനാ ഞാൻ മുന്നേ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് അതാക്കാമെന്ന് വിചാരിച്ചിനു, പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ അത് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ചധികം തന്നെ ഉള്ളിയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തേ. ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇറച്ചി വടൻ്റെയെല്ലാം മസാലയില്ല, നമ്മളെല്ലാത്തിനും യൂസ് ആക്കുന്ന മസാലയാണ് ഞാൻ ആക്കുന്നത്. ഇതുണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും പിറ്റേന്നത്തേക്കും കൂടി കുറച്ചധികം ഉണ്ടാക്കലുണ്ട്, എന്നാൽ പിന്നെ ഈസി അല്ലേ. കുറേ ഉള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തിട്ടേ. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കറിവേപ്പില, ഇത്ര ഐറ്റംസാണ് വേണ്ടത്. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കുറച്ച് കട്ടായി പോയിന്, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിന് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ ഉള്ളി വാടുന്നവരെ അടച്ചു വെക്കുക. ഞാൻ പിന്നെ പാത്രത്തിലേക്ക് ആദ്യം ഉള്ളി ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച്, അങ്ങനെ ചെയ്താലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ കുറച്ച് സമയം അടച്ച് വെച്ച് ഇത് നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ കടായില്ലേ, ഈ കടായി ഇൻഡസ് വാലിൻ്റെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ബീഫും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച ബീഫാണ്. അതും ഈ ചോപ്പറിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ചോപ്പ് ചെയ്തത്. മിക്സിയിലിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ അടിക്കൂലേ, അതിനേക്കാളും നല്ല ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത പോലെ തന്നെ ഉണ്ടാവും. ഈ ബീഫ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തന്നെ അങ്ങനെ നിൽക്കും, വല്ലാണ്ടങ്ങ് അരിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. നമ്മൾ മിക്സിയിൽ എങ്ങനെ പൊടിച്ചാലും അതൊന്ന് പൊടിഞ്ഞ പോലെ ആവില്ലേ. ഇതാകുമ്പോൾ വേറെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് തന്നെ ഒരു ലെവലിൽ കിട്ടുക. അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാല റെഡിയായി. പിന്നെ ഇത് ഞാൻ ഇൻഡസ് വാലിൻ്റെ പാത്രം ഞാൻ നാട്ടിലുള്ള സമയത്ത് ഷൂട്ട് ചെയ്തതിന് വിട്ടാ. ഇത് ഇന്ത്യയിലുള്ളവർക്ക് വാങ്ങാം. ഞാൻ ട്രെൻഡുകളുടെ പരസ്യം ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഇന്ത്യയിലുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു സ്റ്റീൽ കുക്ക്വെയർ കാണിച്ചു തരുമെന്ന്. ഇൻഡസ് വാലി അടിപൊളിയാണ്. ആദ്യത്തെ ഒരു കടായിയാണ് ഇതെനിക്ക് എന്തായാലും വേണേനു. എൻ്റെ നാട്ടിലെ പുറക്ക് ഇങ്ങനത്തെ ഒരു കടായി ഉണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഇവിടെ ഒമാനിലില്ലേനു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിയതാണ്. ടർബോ കുക്ക് കടായി. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ട്രൈപ്ലൈ 3 ലെയർ വരുന്നതാണ്. ഇത് അത്യാവശ്യം വണ്ണമുണ്ട്, 26 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു സെൻറ്റിമീറ്റർ ഒന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. നല്ല വലുപ്പമുണ്ട്. ഇതിൽ കുറച്ചായാലും കുറേ ആയാലും ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഇങ്ങനെ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് അധികം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ അടിയിൽ പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതൊരു ഫ്രൈങ് പാനാണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഉള്ള ഐറ്റാണ്. ഇത് ഇൻഡക്ഷൻ ബേസുമാണ്. നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം, പിന്നെ സ്റ്റൗ ടോപ്പിൽ വെക്കാം, അങ്ങനെ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു പോട്ടാണ്, എന്താ പറയുക, ഒരു സോസ് പോട്ട്. ഇത് വലിയ വലിപ്പമൊന്നുമില്ല, ഇതിൻ്റെ എല്ലാ വലിപ്പത്തിലുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ കടായി മാത്രമേ ഞാൻ ഒമാനിലേക്ക് എടുത്തിട്ടുള്ളൂ. അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ലോ ക്വാളിറ്റി ഭയങ്കര കട്ടിയൊന്നും ഇല്ലാത്ത സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കും. പക്ഷേ ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രത്തിലാണെങ്കിൽ അടിയിൽ പിടിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി സോക്ക് ചെയ്ത് വെച്ചിനെ. 3 കപ്പ് ജീരകശാല, നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന ജീരകശാല റൈസിലെ അതൊന്ന് വെള്ളത്തിൽ 2 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ചിനെ. അപ്പോൾ 3 കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഏകദേശം ആ ഒരു മെഷർമെൻറ്റ് നോക്കിയാൽ മതി. ഒരു 3 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ. അപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 1/4 കപ്പിൽ 1/4 കപ്പോ ഇല്ല കുറച്ച് കൂടുതലോ തേങ്ങ എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ട വേണം. ഇതിൻ്റെ നേരെ പകുതി അരി എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ട മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് അരക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 മുട്ട ആ ബൗളിൽ തന്നെ പൊട്ടിച്ച് വെച്ചത്. ഇങ്ങനെ ഒഴിക്കണമെന്നൊന്നുമില്ല, നേരെ മിക്സിയിലേക്ക് ഇട്ടാൽ മതി. പക്ഷേ എനിക്കിത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും കേട്ടോ, ഒരൊറ്റ ട്രിപ്പിൽ എന്തായാലും പറ്റില്ല. ഞാനിത് 2 ട്രിപ്പിലായിട്ട് അരച്ചെടുത്തേ. ഇതിങ്ങനെ കുറച്ച് ലൂസ് തന്നെയായിട്ടാണ് വേണ്ടത്, ഭയങ്കര കട്ടി വേണ്ട, എന്നാൽ ഭയങ്കര ലൂസും വേണ്ട. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ലൂസിൽ അരച്ചെടുത്താൽ മതി.
പിന്നെ ഇവരിപ്പോൾ സ്കൂളിലെ എക്സാമെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രീ ആയി. ഇവിടെ മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം തുടങ്ങിനേനെ. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയി. എന്താ പറയുക, പഠിത്തവും തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ടൈം അങ്ങനെ കളിച്ച് നടക്കെല്ലാം തന്നെയാണ്. അന്നേരം ഇന്നും നിസ്കരിക്കുമ്പോൾ ആലും നിസ്കാരക്കുപ്പായിലിട്ടേനെ. ഇന്നും സ്കൂളിൽ പോകുന്ന സമയത്ത് നോമ്പെടുക്കലില്ലേനു. കാര്യം സ്കൂളിൽ പോലും എക്സാമിനെല്ലാം നോമ്പെടുത്താൽ ക്ഷീണമല്ലാവില്ലേ. അതുകൊണ്ട് ഞാൻ എടുക്കാൻ വിട്ടിട്ടില്ലേനു. ഓക്കെ ഇഷ്ടേനു, പക്ഷേ ഞാൻ സമ്മതിച്ചില്ലേനു കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോൾ സ്കൂള് പൂട്ടിയ മുതൽ എല്ലാ ദിവസവും എടുക്കലുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നോമ്പെടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഫസ്റ്റത്തെ വ്ളോഗിൽ നാട്ടിൽ കുറച്ച് ചൂട് കുറവല്ലേ എന്ന് പറഞ്ഞു പോയിട്ട് എല്ലാവരും പറഞ്ഞു ഭയങ്കര ചൂടും ക്ഷീണമെല്ലാം തന്നെയാണ്. എനിക്കറിയാം നാട്ടിലെ നോമ്പിൻ്റെ ക്ഷീണമെല്ലാം എനിക്കറിയാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തിനെന്ന് തോന്നില്ലേ ഒരു ദിവസം. ഞാൻ നോമ്പിന് നാട്ടിലെങ്ങനെ ഉണ്ടാവലേ ഇല്ല, കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു പ്രാവശ്യം ആലുവിനെ പ്രസവിച്ച സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നൂനെയും പ്രസവിച്ചിന് നോമ്പിന് തന്നെയായിരുന്നു. പിന്നെ ആലുവിനെ പ്രസവിച്ച സമയത്ത് കൊറോണ വന്നിട്ട് അങ്ങനെ ഫ്ലൈറ്റെല്ലാം ബന്ധായി. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ അധികം ഇവിടെ തന്നെ ഉണ്ടാവില്ല. കാര്യം എനിക്ക് ഇവിടെ തന്നെ ഇഷ്ടം. ഇവിടെ ആകുമ്പോൾ ക്ഷീണമെല്ലാം കുറവല്ലേ. നാട്ടിലാകുമ്പോൾ ഇല്ലേ എന്താ പ്രശ്നം എന്നറിയാം, രാവിലെ തന്നെ എണീച്ചിട്ട് എല്ലാ ക്ലീനിങ്ങെല്ലാം കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഞാനെല്ലാം തന്നെ എല്ലാം ചെയ്യൽ, മൊത്തം ഞാനെല്ലാം ചെയ്യൽ. എന്നാലും നാട്ടിൽ നിന്നൊരു 11 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ദാഹിക്കാനും ക്ഷീണമെല്ലാം തുടങ്ങും. അല്ലോ എനിക്ക് ആ ക്ഷീണം ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ഉമ്മാനോട് പറയലുണ്ട്, നമ്മൾ ഇരുന്ന് ചെയ്യുന്ന പോലെ ചെയ്തുകൂടെയെന്ന്. ക്ലീനിങ്ങും എല്ലാം രാത്രി ചെയ്യുക, രാത്രി ലേറ്റായിട്ട് സുബഹി നിസ്കരിച്ചിട്ട് മാത്രം കിടക്കുക, എന്നിട്ട് രാവിലെ കുറച്ചധികം സമയം കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിക്കലുണ്ട്. പക്ഷെ ഉമ്മ പറയും അതൊന്നും സെറ്റാവില്ല, നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് പറയും. അതിൽ ഞാൻ എപ്പോഴും ഉമ്മാനോട് എല്ലാ കൊല്ലവും പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഇല്ലേ ഞാൻ ഇതെല്ലാം കണ്ണപ്പത്തിൻ്റെ മസാലയും അരിയെല്ലാം ഒന്ന് നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിന്. 20 മിനിറ്റ് എടുക്കും കേട്ടോ അത് വെന്ത് വരാൻ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ പൊരിക്കണ്ട, അതിൻ്റെ മേലേക്ക് കുറച്ച് സ്പൈസി മസാല ആക്കിയിട്ട് തേച്ച് കൊടുക്കാമെന്ന്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 3 ടീസ്പൂണ് മുളക് പൊടി, ഇത്രയും സാധനം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കുക. തീ കൂട്ടി വെക്കറേ, അന്നേരം വേഗം കരിഞ്ഞു പോവും. തീ കുറച്ചിട്ട് മാത്രമേ വെക്കാവൂ. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ചതച്ചിട്ടാണ് എടുത്തത്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചാൽ ഏകദേശം 1 ടീസ്പൂണോളം തന്നെ ആവും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇളക്കിയിട്ട് കളറിങ്ങനെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കണേ. ഒരു 2 പ്രാവശ്യമായിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് വരും, നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വരും. ഇതിങ്ങനെ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് തിളപ്പിച്ചിട്ട് ഓയിലൊന്ന് തെളിഞ്ഞ് വരണം, അത്രയും സമയം വരെ വെയിറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട്. നമ്മൾ കല്ലുമ്മക്കായ്ക്കെല്ലാം പുഴുങ്ങുന്ന സമയത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കും. ആ ഒരു ഓർമ്മയിൽ ഞാൻ ആക്കിയതാണ്, കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞേരം തന്നെ ഇത് വെന്ത് വന്നിന്. പിന്നെ ഇത് നമ്മൾ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചില്ലേ, നല്ല ഓയിലെല്ലാം മേലെ തെളിഞ്ഞ് വന്നിന്. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നല്ലോണം വെന്ത് അതിൻ്റെ റോ ടേസ്റ്റെല്ലാം മാറിയിട്ടുണ്ടാവും. ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഓഫാക്കാവേ, അല്ലെങ്കിൽ പച്ച ചുവയായിരിക്കുമേ. ഇതിങ്ങനെ ആകുമ്പോൾ നല്ലോണം വെന്തിട്ടും ഉണ്ടാവും, മേലെ തേച്ചാൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുക. ഇതാക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും കണ്ണപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ചെയ്യാവേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ. പിന്നെ ഞാനിത് വേഗം തന്നെ ഇന്ന് ഇളക്കിയെടുക്കലാണ്. ഒന്ന് ചൂടാറിയാൽ നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാൻ പറ്റും, സ്പൂണിൻ്റെ ഒന്നും ആവശ്യം വരില്ല. പക്ഷേ എനിക്കിതിനിപ്പോൾ 2-3 ട്രിപ്പ് ഇങ്ങനെ ഉണ്ടാക്കാനുണ്ട്. ഇതെടുത്തിട്ട് പോവുകയും വേണം, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയും വേണം. ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടേനു കിച്ചണിലേക്ക് ഇറങ്ങിയത്. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യില്ലേ ഓരോ സമയത്തും, അതൊന്നും നടക്കില്ല. ആക്കാൻ എന്നെ കുറച്ച് ലേറ്റായി പോയിട്ടാണ്, വേറെ എന്തെല്ലോ റീസൺ കൊണ്ട് അങ്ങനെ ലേറ്റായിപ്പോയി. ഇനിയിപ്പം ഇത് ചൂടാറാനൊന്നും സമയമില്ല, വേഗം എടുത്ത് വെച്ചിട്ട് വേണം നെക്സ്റ്റ് ട്രിപ്പ് വെച്ചിട്ട്. ഞാനൊരു 3 ട്രിപ്പിലോ 4 ട്രിപ്പിലോ ഉണ്ടാക്കിയെടുത്തിന് കേട്ടോ. നമ്മൾ ടോട്ടൽ ഒരു 20-ലും കൂടുതൽ ആളുണ്ട്. അപ്പോൾ ഒരാൾക്ക് 2 മിനിമം 2 വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും സ്നാക്ക് കൊണ്ടുവരുന്നുണ്ട്, അത്ര മതിയാവും. എല്ലാവരും 2 വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ നെക്സ്റ്റ് ട്രിപ്പ് വെച്ച് ലാസ്റ്റോട്ട് എനിക്ക് ടെൻഷൻ ആയിരുന്നു. ഒന്നും പോലെ ഇല്ലല്ലോ, നോമ്പ് തുറയാകുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ വേണ്ടേ. അങ്ങനെ അപ്പം ഞാൻ 2ാമത്തെ ട്രിപ്പ് വെച്ചിട്ട് ആദ്യം നമ്മളുണ്ടാക്കിയ മുളകിൻ്റെ മിക്സില്ലേ അത് തേച്ച് കൊടുക്കലാണ്.
ഇത് പൊരിക്കാനുള്ള സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. ഇതൊരു ഈസി വേ ആണ്. പിന്നെ മൊത്തം നമുക്ക് എത്ര സ്പൈസി വേണം നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ഞാൻ ആദ്യത്തേലും പിന്നെ രണ്ടാമത്തെ ട്രിപ്പിലും എല്ലാം കുറച്ചധികം തന്നെ നല്ല സ്പൈസി ആക്കിന്. പിന്നെ കുട്ടികൾക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് മേലെ ഉള്ളതൊന്നും അത്ര സ്പൈസി ആക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ തേച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ പോകണം, നോമ്പ് തുറക്കണം. ഞാൻ നോമ്പ് തുറണ്ട വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. കുറേ ആളുണ്ടേനു, എല്ലാവരും കൂടി മാഷാല്ലാ അടിപൊളിയായിട്ട് നോമ്പെല്ലാം തുറന്ന് പിന്നെ ആടുന്ന് കുറേ സമയം നിന്ന് രാത്രിക്കത്തെ ഫുഡും ആടുന്നെല്ലാം തന്നെ കഴിച്ചിട്ടെല്ലാം തന്നെ വന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇനിയും ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.